ഹലോ ട്രേഡേഴ്സ്, ട്രേഡിങ്ങിനെ പറ്റി എ ടു ഇസഡ് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന ഈ ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ് വരെ നമ്മൾ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ പ്രൈസ് ആക്ഷൻ ചാർട്ട് പാറ്റേൺസിനെ പറ്റിയിട്ടായിരുന്നു. അതിലാദ്യം തന്നെ നമ്മൾ ബൈലാറ്ററൽ ചാർട്ട് പാറ്റേൺസിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കി. അതിനുശേഷം ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കി. അവസാനം നമ്മൾ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേൺസിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ചാർട്ട് പാറ്റേൺസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കുന്നത്, എവിടെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡിങ്ങിനകത്ത് തന്നെ പല തരത്തിലുള്ള ട്രേഡിംഗ് സ്റ്റൈൽസ് ഉണ്ട്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്നും അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിംഗ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്നും എന്താണ് സ്വിംഗ് ട്രേഡിംഗ് എന്നും നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ കൃത്യമായിട്ട് തന്നെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതെന്നും അതുപോലെ തന്നെ എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ്, എന്താണ് സ്വിംഗ് ട്രേഡിംഗ്, കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും നോട്ടിൽ എഴുതി തന്നെ എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് രണ്ട് രീതിയിലാണ് ട്രേഡിങ്ങിനകത്ത് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, ഒന്നുകിൽ വില അപ്സൈഡിലേക്ക് കൂടാനാണ് സാധ്യത. വില ഒന്നുകിൽ ഹയർ ഹൈ മേക്ക് ചെയ്ത് ഹയർ ലോ മേക്ക് ചെയ്ത് അപ്സൈഡിലേക്ക് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് ഓപ്പോസിറ്റ് നോക്കുവാണെങ്കിൽ ലോവർ ലോ ലോവർ ഹൈ മേക്ക് ചെയ്തുകൊണ്ട് വില താഴേക്ക് ഇടിയാനായിട്ട് സാധ്യതയുണ്ടല്ലേ. ഇങ്ങനെ രണ്ട് സാധ്യതയാണ് ഏറ്റവും പ്രധാനമായിട്ടും ട്രെൻഡിങ് മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഡയറക്ഷനിലേക്ക് മൂവ്മെൻറ്റ് നടത്തിയാലും നമുക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ചിലർ കരുതുന്നത് വില മുകളിലേക്ക് കൂടിയാൽ മാത്രമേ നമുക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കൂ എന്നാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. വില ഇടിഞ്ഞാലും നമുക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് പ്രൈസ് മുകളിലേക്ക് കൂടിക്കോട്ടെ കുറഞ്ഞോട്ടെ, ഒരു ട്രേഡറായ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിൽ നിന്നും ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മുകളിലേക്ക് പോകുന്ന മാർക്കറ്റിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്? ഒരു എക്സാമ്പിൾ നമുക്ക് അപ് ട്രെൻഡ് മാർക്കറ്റ് ആദ്യം ഒന്ന് പഠിച്ച് മനസ്സിലാക്കാം. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനായിട്ടുള്ള യാതൊരു സാധ്യതയില്ല. വളരെയധികം സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ് ട്രെൻഡ് മാർക്കറ്റാണ്. അപ്പോൾ നമ്മളിതിനെ ലോങ് പൊസിഷൻ എന്നാണ് വിളിക്കുന്നത്. ലോങ് പൊസിഷൻ. ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കുക. അപ് ട്രെൻഡ് മാർക്കറ്റിലാണ് നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ BTC USDT എടുക്കുന്നു. BTC USDTയുടെ വില വരുന്നത് 100 രൂപയാണ് എന്ന് കരുതുക. ഈ 100 രൂപയിൽ എന്ത് ചെയ്യുന്നു, ഞാൻ ബൈ ചെയ്യുന്നു അഥവാ മേടിക്കുന്നു. 100 രൂപയ്ക്ക് മേടിക്കുന്നു. അതിനുശേഷം വില കൂടുന്നു. വില കൂടി ഒരു 110 രൂപയായി എന്ന് കരുതുക. വില കൂടി ഒരു 110 രൂപയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് വിറ്റ് ലാഭം എടുത്തു. അപ്പോൾ ഇവിടെ എൻ്റെ ലാഭം എന്ന് പറയുന്നത്, ഇവിടെ എനിക്ക് കിട്ടിയ ഈ ഒരു 110 രൂപയിൽ ഞാൻ സെല്ല് ചെയ്തു. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയ ലാഭം 10 രൂപയാണ്. 10 റുപ്പീസിൻ്റെ പ്രോഫിറ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 10 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് കിട്ടി അല്ലേ. ഇവിടെ 10 രൂപയുടെ പ്രോഫിറ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ലോങ് പൊസിഷൻ എന്ന ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട്. ശ്രദ്ധിക്കുക, അപ് ട്രെൻഡ് മാർക്കറ്റാണ്, വില കൂടുന്ന മാർക്കറ്റാണ്. അവിടെ നമ്മൾ എന്താ എടുക്കുന്നത്, ലോങ് പൊസിഷൻ. അതായത് BTC USDTയിൽ ഞാൻ 100 രൂപയ്ക്ക് മേടിച്ചു, 110 രൂപയിൽ വിറ്റ് ലാഭം എടുത്തു. അവിടെ എനിക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 10 രൂപയാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അപ് ട്രെൻഡാണ് നമ്മൾ പഠിച്ചത്. ഇനി ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലാണ് നമ്മൾ ഷോർട്ട് പൊസിഷൻ എടുക്കുന്നത്. ഡൗൺ ട്രെൻഡ് ആണ് മാർക്കറ്റ്, അവിടെ നമ്മൾ എടുക്കുന്നത് ഷോർട്ട് പൊസിഷനാണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് പൊസിഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, നോർമലി നമ്മൾ നേരത്തെ എടുത്തതുപോലെ അല്ല. ഇവിടെയാണ് പലർക്കും കൺഫ്യൂഷൻ വരാനായിട്ടുള്ള സാധ്യതയുള്ളത്, പ്രത്യേകിച്ച് ബിഗിനർ ട്രേഡർക്ക്. ഇത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക, കൃത്യമായിട്ട് നോട്ടിൽ എഴുതി തന്നെ പോവുക. ഷോർട്ട് പൊസിഷൻ അല്ലെങ്കിൽ ഷോർട്ട് സെല്ലിംഗ് എന്നൊക്കെയാണ് നമ്മളിതിനെ വിളിക്കാറുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു ഷോർട്ട് സെല്ലിംഗ് അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻ എന്ന് നമുക്ക് നോക്കാം. അതായത് ഞാനിപ്പോൾ BTC USDT ഒരു 100 രൂപയ്ക്ക് വിൽക്കുന്നു, 100 രൂപയ്ക്ക് സെൽ. അപ്പോൾ ഇവിടെയാണ് എല്ലാവരുടെയും കൺഫ്യൂഷൻ തുടങ്ങുന്നത്. 100 രൂപയ്ക്ക് അതിന് എങ്ങനെ വിൽക്കും, എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. BTC USDT എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസി എൻ്റെ കയ്യിലില്ല, പിന്നെ എങ്ങനെ 100 രൂപയ്ക്ക് ഞാൻ വിൽക്കും എന്നൊരു ഡൗട്ടാണ് എല്ലാവരുടെ മനസ്സിൽ ആദ്യം തന്നെ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലിംഗ് എന്നൊരു മെത്തേഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ബിറ്റ് കോയിൻ വേണമെന്നില്ല. ഇതിനെ നമുക്ക് നേക്കഡായിട്ട് തന്നെ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു ക്രിപ്റ്റോ കറൻസി ഇല്ല എങ്കിൽ കൂടി നമുക്ക് എന്താ, നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോൾ ബൈ ആൻഡ് സെൽ എന്ന ഓപ്ഷനാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ എന്ത് ചെയ്യാൻ കഴിയും, ജസ്റ്റ് സെല്ല് ക്ലിക്ക് ചെയ്ത് നമുക്ക് എത്രയാണോ വിൽക്കേണ്ടത് അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെല്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൽ ഓർഡർ എക്സിക്യൂട്ട് ആകുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു കൺഫ്യൂഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തരാം. കുറച്ചും കൂടെ നല്ല രീതിയിൽ നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് നമ്മുടെ എക്സ്ചേഞ്ചസോ അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റി ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. അതായത് എൻ്റെ കയ്യിൽ BTC USDT ഇല്ല,
ഞാൻ 100 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു, BTC USDT സെല്ല് ചെയ്യുന്നു. ഓക്കെ, ആദ്യം ഞാൻ മേടിച്ചിട്ടില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, നേരെ നമ്മുടെ ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് സെൽ എൻട്രി ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, BTC USDT സെല്ലാകുന്നതാണ്. അതിനുശേഷം വില ഇടിയുന്നു. വില ഇടിഞ്ഞതിന് ശേഷം ഞാനൊരു 90 രൂപയിൽ ഇത് തിരിച്ച് ബൈ ചെയ്യുന്നു. ബൈ ചെയ്ത് ട്രേഡ് കംപ്ലീറ്റ്ലി എക്സിറ്റ് ആകുന്നു. ബൈ ചെയ്ത് ട്രേഡ് കംപ്ലീറ്റ്ലി എക്സിറ്റ് ആകുന്നു. ഇതാണ് എൻ്റെ എൻട്രി. 100 രൂപയ്ക്ക് ഞാൻ സെല്ല് ചെയ്തു, വിറ്റു. ഈ ഒരു പോയിൻ്റാണ് എൻ്റെ എൻട്രി വരുന്നത്. ആദ്യം ഞാൻ വിറ്റു, അതിനുശേഷം വില ഇടിഞ്ഞപ്പോൾ 90 രൂപയ്ക്ക് ഞാനത് ബൈ ചെയ്ത് എക്സിറ്റ് ആയി. അപ്പോൾ ഇവിടെ എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10 രൂപയാണ്. 10 റുപ്പീസിൻ്റെ പ്രോഫിറ്റാണ് ഇവിടെയും എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വില കൂടിയപ്പോൾ എങ്ങനെയായിരുന്നു, വില കൂടുന്ന സമയത്ത് ആദ്യം ബൈ ആണ് നമ്മൾ ചെയ്തത്. ബൈ ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ എൻട്രി വരുന്നത്. എക്സിറ്റ് എവിടെയാണ്, 110 ആയപ്പോഴും ഞാൻ അതിനെ വിറ്റൊഴിവാക്കി. സോ എൻ്റെ എക്സിറ്റ് 110 എൻ്റെ എക്സിറ്റ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ നേരെ തലതിരിഞ്ഞാണ് നമ്മുടെ ഷോർട്ട് പൊസിഷൻ വരുന്നത്. ലോങ് പൊസിഷൻ കുറഞ്ഞ വിലയ്ക്ക് മേടിക്കുന്നു, വില കൂടിക്കഴിയുമ്പോൾ അതായത് 100 രൂപയ്ക്ക് മേടിക്കുന്നു, 110 ആയി കഴിഞ്ഞാൽ വിറ്റ് ലാഭം എടുക്കുന്നു. ഇവിടെയും 10 രൂപ പ്രോഫിറ്റാണ് കിട്ടിയത്. ഡൗൺ ട്രെൻഡിലാണെങ്കിലോ ഷോർട്ട് പൊസിഷനാണ്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ കയ്യിൽ ഒരു ക്രിപ്റ്റോ കറൻസിയും ആവശ്യം ഇല്ല. നമുക്ക് നേക്കഡായിട്ട് തന്നെ എന്ത് ചെയ്യാൻ കഴിയും, സെല് ചെയ്യാൻ കഴിയും. BTC USDT സെലക്ട് ചെയ്യുക, സെൽ എൻട്രി ക്ലിക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി ഇല്ല എങ്കിൽ പോലും നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ്, ഈ ഒരു മെത്തേഡിന് വിളിക്കുന്ന പേരാണ് ഷോർട്ട് സെല്ലിംഗ് അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 100 രൂപയ്ക്ക് ആദ്യം സെല്ല് ചെയ്യുന്നു. ഇതാണ് എൻ്റെ എൻട്രി. 100 രൂപയ്ക്ക് വിറ്റു. അതിനുശേഷം 90 രൂപ എത്തിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, മേടിച്ചു. ട്രേഡ് എക്സിറ്റ് ആയി. അപ്പോൾ എനിക്ക് കിട്ടിയ ലാഭം എത്രയാണ്, 10 രൂപ. അപ്പോൾ വില മുകളിലേക്ക് കൂടിയാലും നമുക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് കഴിയും, വില താഴേക്ക് ഇടിഞ്ഞാലും നമുക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ട്രേഡിംഗ് ഇത്ര അധികം പോപ്പുലർ ആകുന്നത്. അല്ലാതെ നമുക്ക് മേളിലേക്ക് പോയാൽ മാത്രമേ ലാഭം ഉണ്ടാക്കത്തുള്ളൂ, അങ്ങനെയില്ല. മേളിലേക്ക് പോയാലും ലാഭം ഉണ്ടാക്കാം, വില ഇടിഞ്ഞാലും ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ഒരു ഇൻകം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ വീക്കിലി മന്ത്ലി നല്ലൊരു ഇൻകം വരുന്ന രീതിയിൽ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ് ട്രെൻഡ് മാർക്കറ്റ് ആയിക്കോട്ടെ, ഡൗൺ ട്രെൻഡ് ആയിക്കോട്ടെ, സൈഡ് വേസ് ആയിക്കോട്ടെ, ഏത് മാർക്കറ്റിലായിരുന്നാലും അതാത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സും സ്ട്രാറ്റജീസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ, പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എന്ത് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. എല്ലാവരും കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക. അതിനുശേഷം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ് ലോങ് പൊസിഷൻ, എന്താണ് ഷോർട്ട് പൊസിഷൻ എന്നാണ്. അതായത് ബൈ എൻട്രി എടുത്തിട്ട് ആദ്യം മേടിച്ചിട്ട് പിന്നെ എങ്ങനെ വിറ്റ് ലാഭം എടുക്കാം, അതുപോലെ തന്നെ ആദ്യം വിറ്റിട്ട് പിന്നെ എങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് മേടിച്ച് ലാഭം എടുക്കാം. ഈ 2 മെത്തേഡ്സാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയുകയാണെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് എന്താണ്, സ്വിംഗ് ട്രേഡിംഗ് എന്താണ് എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഇൻട്രാഡേ ട്രേഡിംഗ് എന്താണ്, സ്വിംഗ് ട്രേഡിംഗ് എന്താണ്. അപ്പോൾ ആര് ഇൻട്രാഡേ ട്രേഡിംഗ് ചൂസ് ചെയ്യണം, ആര് സ്വിംഗ് ട്രേഡിംഗ് ചൂസ് ചെയ്യണമെന്ന് ചെറിയൊരു ഹിൻഡ് തന്ന് ഞാൻ പോകുവാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മളിനി വരുന്ന കുറച്ച് സെഷൻ കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇൻട്രാഡേ ട്രേഡിങ്ങിനെ പറ്റിയും സ്വിംഗ് ട്രേഡിങ്ങിനെ പറ്റിയും സംസാരിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്താണ് എന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങളൊരു ട്രേഡ് എടുക്കുന്നു. ഓക്കെ, ഇന്നത്തെ ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17-ാം തീയതിയാണ്, നമ്മുടെ ഡിസംബർ മാസമാണ്, 2025 ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം രാവിലെ ഒരു 10 മണിക്ക് നിങ്ങളൊരു ട്രേഡ് എടുത്തു എന്ന് കരുതുക. BTC USDT നിങ്ങൾ മേടിച്ചു. ഇന്നത്തെ ദിവസം തന്നെ അതിനെ വിറ്റൊഴിവാക്കി ലാഭം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് ഇന്നത്തെ ദിവസം തന്നെ നിങ്ങളൊരു ക്രിപ്റ്റോ കറൻസി മേടിച്ചു, ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ ആ ക്രിപ്റ്റോ കറൻസിയെ വിറ്റൊഴിവാക്കിയെങ്കിൽ ആ ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. ഇനി അതേസമയം സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് പോകുകയാണെങ്കിലോ, സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് പോകുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾ മേടിക്കുന്നു എന്ന് കരുതുക. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾ മേടിക്കുന്നു, ഓവർ നൈറ്റ് ഹോൾഡ് ചെയ്യുകയാണ്. അതായത് ഇന്ന് തന്നെ വിറ്റില്ല, ഇന്ന് തന്നെ വിറ്റിരുന്നെങ്കിൽ അതെന്താവും, ഇൻട്രാഡേ ട്രേഡിംഗ് ആവും. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ വിറ്റില്ല, എന്ത് ചെയ്യുന്നു, ഓവർ നൈറ്റ് ഹോൾഡ് ചെയ്യുന്നു. അടുത്ത ദിവസമോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ അതിന് സ്വിംഗ് ട്രേഡിംഗ് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഓവർ നൈറ്റ് ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ പോകുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ സ്വിംഗ് ട്രേഡിംഗ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇന്നത്തെ ദിവസം ട്രേഡ് എടുക്കുന്നു, ഇന്നത്തെ ദിവസം തന്നെ
ലാഭം ബുക്ക് ചെയ്ത് എക്സിറ്റായി മാറുന്നതിനെ ഇൻട്രാഡേ ട്രേഡിംഗ് എന്നും, അതേസമയം തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളൊരു ട്രേഡ് എടുക്കുന്നു, നാളെയും മറ്റന്നാളൊക്കെ ഹോൾഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ഹോൾഡ് ചെയ്തിട്ടാണ് ആ ക്രിപ്റ്റോ കറൻസി വിറ്റ് ലാഭം എടുക്കുന്നതെങ്കിൽ അതിനെ സ്വിംഗ് ട്രേഡിംഗ് എന്നുമാണ് വിളിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആരാണ് ഇൻട്രാഡേ ട്രേഡിംഗ് ചൂസ് ചെയ്യേണ്ടത്, ആരാണ് സ്വിംഗ് ട്രേഡിംഗ് ചൂസ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഞാൻ വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ആക്റ്റീവായിട്ട് ചാർട്ട് നോക്കിയിരുന്ന് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്ത് ട്രേഡ് ചെയ്യാനായിട്ട് റെഡിയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇൻട്രാഡേ ട്രേഡിംഗ് ചൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം ഇൻട്രാഡേ ട്രേഡിങ്ങിനകത്ത് കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ചാർട്ടൊക്കെ അനലൈസ് ചെയ്ത്, കാരണം നമ്മുടെ ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോമിലൊക്കെ നോക്കി കൃത്യമായിട്ടുള്ള പ്രൈസ് ലെവൽസ്, നമ്മുടെ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ ഇതൊക്കെ വരച്ച് മാർക്ക് ചെയ്തിട്ട് ലൈവായിട്ട് നമ്മൾ പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നമ്മൾ ടൈം ഫ്രെയിം കൂടുതലും ചൂസ് ചെയ്യുന്നത് നമുക്കൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്. ബിഗിനേഴ്സിന് ഏറ്റവും ഈസി ആയിട്ടുള്ള ടൈം ഫ്രെയിമാണ് ഞാൻ പറയുന്നത്. 5 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ, മാക്സിമം നിങ്ങൾക്കൊരു 30 മിനിറ്റ് വരെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ബിഗിനേഴ്സിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ടൈം ഫ്രെയിംസ് ആണിത്. 5 മിനിറ്റ്, 15 മിനിറ്റ്, 30 മിനിറ്റ്. ഇനി നിങ്ങളൊരു സ്വിംഗ് ട്രേഡർ ആണ് എന്നുണ്ടെങ്കിൽ 2 അവർ, അതുപോലെ തന്നെ 4 അവർ ഡെയിലി. ഓക്കെ, അപ്പോൾ ഈ ടൈം ഫ്രെയിമാണ് നമ്മൾ എപ്പോഴും സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന നേരത്ത് യൂസ് ചെയ്യേണ്ടത്. ഒന്നുകിൽ നിങ്ങൾക്ക് 2 മണിക്കൂർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 4 മണിക്കൂർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 1 ഡേ ടൈം ഫ്രെയിം യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ 5 മിനിറ്റോ 15 മിനിറ്റോ 30 മിനിറ്റോ ടൈം ഫ്രെയിമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് ടൈം ഫ്രെയിം നിങ്ങൾ കണ്ടിട്ടുണ്ട്, 5 മിനിറ്റ് ആണ്, 15 മിനിറ്റ് ആണ്, 30 മിനിറ്റ് ആണ്. അപ്പോൾ 5 മിനിറ്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും ഓരോ ക്യാൻഡിൽസ് ഫോം ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചാർട്ട് നോക്കിയിരിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിൽ. കാരണം അത്രയധികം ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രാവിലെ അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ വരെയെങ്കിലും മിനിമം ചാർട്ട് നോക്കിയിരിക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇൻട്രാഡേ ട്രേഡിംഗ് നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതേസമയം സ്വിംഗ് ട്രേഡിംഗ് എടുത്ത് നോക്കിയാലോ, സ്വിംഗ് ട്രേഡിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മറ്റു രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അത്ര അധികം ടൈമില്ല, ചാർട്ട് നോക്കിയിരിക്കാനായിട്ടുള്ള ആ ഒരു സമയമില്ല, പക്ഷേ ട്രേഡിങ്ങിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കണം. അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിംഗ് ആണ്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് നിങ്ങൾക്ക് ഒരു കരിയറായിട്ട് ട്രേഡിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇതിലൊരു ലോങ് ടൈം സക്സസ് അല്ലെങ്കിൽ ആ ഒരു കരിയർ ബിൽഡ് ചെയ്ത് വളരെയധികം ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കി പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമേ ഇൻട്രാഡേ ട്രേഡിംഗ് ചൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പാസീവ് ഇൻകം ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു ആക്റ്റീവ് ഇൻകം ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആക്റ്റീവായിട്ട് നമ്മൾ ട്രേഡ് ചെയ്താൽ മാത്രമേ ഇൻട്രാഡേയിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ. അതേസമയം സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിലോ നമ്മുടെ ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ നമ്മുടെ പഠനത്തോടൊപ്പമോ നമ്മുടെ ബിസിനസ്സിനോടൊപ്പമോ ഒന്നിച്ച് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ട്രേഡിംഗ് മെത്തേഡാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇൻട്രാഡേ ട്രേഡിംഗ് അങ്ങനെയല്ല, കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചാർട്ടെല്ലാം അനലൈസ് ചെയ്ത് ഗ്ലോബലി വരുന്ന ന്യൂസസ്, അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല, ന്യൂസ് കാര്യങ്ങൾ എങ്ങനെ ട്രാക്ക് ചെയ്യണമെന്നൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ മാത്രമേ ഇൻട്രാഡേ ട്രേഡിംഗ് ചൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ആർക്ക് വേണോ ട്രേഡ് ചെയ്യാം, അത് പ്രശ്നമില്ല. കാരണം ബിഗിനിങ് സ്റ്റേജിൽ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. ഇൻട്രാഡേ ട്രേഡിംഗ് ആയിക്കോട്ടെ, സ്വിംഗ് ട്രേഡിംഗ് ആയിക്കോട്ടെ, പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം നമ്മൾ ചെയ്ത് തന്നെ മനസ്സിലാക്കിയിരിക്കണം. കാരണം തിയററ്റിക്കലി മാത്രം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു ഐഡിയ കിട്ടത്തില്ല, എന്താണ് ഇൻട്രാഡേ എന്നും എന്താണ് സ്വിംഗ് ട്രേഡിംഗ് എന്നും അതിൻ്റെ ആ ഒരു ഡിഫറൻസ് എന്താണെന്നും പ്രോപ്പറായിട്ട് നമുക്ക് ആ ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടിക്കലി ഇത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ബിഗിനിങ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഇൻട്രാഡേ ചെയ്യുക, സ്വിംഗ് ചെയ്യുക, പ്രാക്ടിക്കലി കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ ഓവറോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം ഒന്നുകിൽ ഇൻട്രാഡേ ട്രേഡിങ്ങുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന സെഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയുവാണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ അധികം അത്യാവശ്യമായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഇനി വരുന്ന ഓരോ സെഷനിൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് ലോങ് പൊസിഷൻ എന്നും എന്താണ് ഷോർട്ട് പൊസിഷൻ എന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ് മുകളിലേക്ക് കയറിക്കോട്ടെ താഴേക്ക് ഇടിഞ്ഞോട്ടെ, എന്നാലും ട്രേഡറായ നമുക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്നും എന്താണ് സ്വിംഗ് ട്രേഡിംഗ് എന്നും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സമയമുള്ളവർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ട്രേഡിംഗ് സാധ്യമാകുന്നത്. സമയമില്ല, നിങ്ങൾക്ക് ജോലിയുണ്ട്,
മറ്റ് കാര്യങ്ങളുണ്ട്. എന്നാൽ പോലും നിങ്ങൾക്ക് ട്രേഡിങ്ങിലൂടെ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇൻട്രാഡേ ഫുൾ ടൈം ട്രേഡർ ആകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ്. അതേസമയം സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പാസീവായിട്ട് ജോലിയോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ ഇൻകം എന്ന രീതിയിൽ സ്വിംഗ് ട്രേഡിങ്ങിനെ കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. എല്ലാവരും കൃത്യമായിട്ട് ജോയിൻ ആകുക. അതിനുശേഷം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ്റെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. താങ്ക്